നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ന്യൂസിലാൻഡിൻ്റെ കാലത്തെയും മികച്ച ബാറ്റർ ഇതാ പടിയിറങ്ങിയിരിക്കുന്നു. അദ്ദേഹം പാഡ് അഴിച്ചിരിക്കുന്നു. ഒഫീഷ്യൽ പ്രഖ്യാപനം അദ്ദേഹം നടത്തി. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ കുറച്ച് കാലമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് മനസ്സിലൊരു വ്യക്തത വന്നു. ഇതാണ് റൈറ്റ് ടൈം എന്ന് ഞാൻ മനസ്സിലാക്കി. I have always felt a strong drive and hunger for international cricket, and I take pride in knowing I have given it my all in every match I have played for New Zealand. എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നത്. ഏതായാലും ഇത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ്. 35-ാമത്തെ വയസ്സിലാണ് ഈ മടക്കം. അദ്ദേഹം 19,346 റൺസാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് നേടിയത്. അത് റെക്കോർഡാണ്. 48 സെഞ്ചുറികളും അതുപോലെ 6 ഡബിൾ സെഞ്ചുറികളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന കാര്യം ഓർക്കുക. നമ്മൾ വ്യത്യസ്ത ഫോർമാറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കാം. ടെസ്റ്റിൽ അദ്ദേഹം 195 ഇന്നിങ്സുകളിൽ നിന്ന് 9,515 റൺസാണ് അടിച്ചത്. ആവറേജ് 54.06. 33 സെഞ്ചുറികളും 38 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടുകയുണ്ടായി. ഏകദിനത്തിൽ 167 ഇന്നിങ്സുകളിൽ നിന്ന് 7,256 റൺസാണ് അദ്ദേഹം അടിച്ചത്. 48.69 ആവറേജ്. 15 സെഞ്ചുറികളും 47 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടുകയുണ്ടായി. T20I മത്സരങ്ങൾ 90 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. 2,575 റൺസ് അടിച്ചു. 33.44 ആവറേജ്. 18 അർദ്ധ സെഞ്ചുറികളും കുറിച്ചു. അങ്ങനെ ആകെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം 19,346 റൺസാണ് ന്യൂസിലാൻഡിന് വേണ്ടി നേടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ചരിത്രമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇത്ര വലിയ നേട്ടങ്ങളിലേക്ക് പോയ മറ്റൊരു കളിക്കാരനില്ല എന്ന കാര്യം കൂടി നോക്കണം. അതായത് അദ്ദേഹത്തിൻ്റെ ന്യൂസിലാൻഡ് റെക്കോർഡുകളൊന്നും നോക്കുക. ന്യൂസിലാൻഡിന് വേണ്ടി ഏറ്റവും അധികം ഇൻ്റർനാഷണൽ റൺസ് നേടിയ അദ്ദേഹമാണ്, 19,346. ന്യൂസിലാൻഡിന് വേണ്ടി മോസ്റ്റ് ഇൻ്റർനാഷണൽ സെഞ്ചുറീസ് അദ്ദേഹമാണ്, 48. മോസ്റ്റ് ഇൻ്റർനാഷണൽ ഡബിൾ സെഞ്ചുറീസ് 6. 6 മോസ്റ്റ് ഇൻ്റർനാഷണൽ അപ്പിയറൻസസ് 6th മോസ്റ്റ് ഇൻ്റർനാഷണൽ അപ്പിയറൻസസ് 378. ഇതൊക്കെ ന്യൂസിലാൻഡ് റെക്കോർഡുകളാണ് പറയുന്നത്. മോസ്റ്റ് ടെസ്റ്റ് റൺസ് 9,515. മോസ്റ്റ് ടെസ്റ്റ് സെഞ്ചുറീസ് 33. തേർഡ് മോസ്റ്റ് ടെസ്റ്റ് അപ്പിയറൻസസ് 110. ഫോർത്ത് മോസ്റ്റ് ODI റൺസ് 7,256. ഫോർത്ത് മോസ്റ്റ് ODI സെഞ്ചുറീസ് 14. സെക്കൻഡ് മോസ്റ്റ് T20I റൺസ് 2,575. ഹയസ്റ്റ് ടെസ്റ്റ് ആവറേജ് 54.06. മിനിമം 20 ഇന്നിങ്സസ് കളിച്ചിട്ടുള്ള താരങ്ങളുടെ കണക്കാണ്. ദെൻ സെക്കൻഡ് ഹയസ്റ്റ് ODI ആവറേജ് 48.69. മിനിമം 20 ഗെയിംസെങ്കിലും കളിച്ചിട്ടുള്ളവരുടെ കണക്കാണ്. തേർഡ് ഹയസ്റ്റ് T20I ആവറേജ് 33. മിനിമം 5 കളികളെങ്കിലും കളിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റിലാണത്. ഫോർത്ത് മോസ്റ്റ് ഇൻ്റർനാഷണൽ ക്യാച്ചസ് 217. ഈക്വൽ മോസ്റ്റ് ടെസ്റ്റ് വിൻസ് 47 വിത്ത് ടോം ലേതം ആൻഡ് ടിം സൗത്തി. ദെൻ ഫസ്റ്റ് സ്കോർ സെഞ്ചുറീസ് ഇൻ 4 കൺസിക്യൂട്ടീവ് ടെസ്റ്റ് മാച്ചസ്. ഈ റെക്കോർഡുകളൊക്കെ അദ്ദേഹം നേടുകയുണ്ടായി. ഇനി അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി നോക്കുക. 40 ടെസ്റ്റുകളിലാണ് അദ്ദേഹം ന്യൂസിലാൻഡിനെ നയിച്ചത്. 22 വിജയങ്ങൾ, 10 പരാജയങ്ങൾ, 8 സമനിലകൾ. ആ കാര്യത്തിൽ അദ്ദേഹം സെക്കൻഡ് മോസ്റ്റാണ് ബിഹൈൻഡ് സ്റ്റീഫൻ ഫ്ലെമിംഗ്. 28 വിജയങ്ങൾ, 80 ടെസ്റ്റിൽ നിന്ന് അദ്ദേഹം നേടിയിരുന്നു. 91 ഏകദിനത്തിൽ അദ്ദേഹം ടീമിനെ നയിച്ചു. 46 വിജയങ്ങൾ, 40 തോൽവികൾ, 1 ടൈ, 4 നോ റിസൾട്ട്. അപ്പോൾ സെക്കൻഡ് ബിഹൈൻഡ് സ്റ്റീഫൻ ഫ്ലെമിംഗ്. എഗെയിൻ 98 വിൻസാണ് സ്റ്റീഫൻ ഫ്ലെമിങ്ങിന് 218 മത്സരങ്ങളിൽ നിന്ന് നേടാൻ പറ്റിയിട്ടുള്ളത്. 75 T20I മത്സരങ്ങൾ അദ്ദേഹം ടീമിനെ നയിച്ചു. അതിൽ 39 വിജയങ്ങൾ, 34 തോൽവികൾ, 1 ടൈ, 1 നോ റിസൾട്ട്. മോസ്റ്റ് ബൈ എ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ. 2016 ICC T20 വേൾഡ് കപ്പ് സെമി ഫൈനലിലേക്ക് ടീമിനെ എത്തിച്ചു. 2019 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് അദ്ദേഹം ടീമിനെ എത്തിച്ചു. 2021 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ടീമിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയി. 2021 ICC T20 വേൾഡ് കപ്പ് ഫൈനലിലേക്ക് ടീമിനെ എത്തിച്ചു. 2022 ICC T20 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തി. 2023 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ടീമിനെ എത്തിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ അദ്ദേഹം നേടുകയുണ്ടായി. ഇനി മറ്റ് ചില നേട്ടങ്ങൾ കൂടി നോക്കാം. 2019 അദ്ദേഹം ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം നേടുകയുണ്ടായി. 2019 ICC ടെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടി. 2018 ICC സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 2016 he became the fastest and youngest player in history to score centuries against all major test playing nations. ആ ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹം 2016 എത്തി. 2015 വിസ്ഡൻ ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദി വേൾഡ് എന്നുള്ള ആ ഒരു അംഗീകാരം ലഭിച്ചു.
പിന്നെ സർ റിച്ചാർഡ് ഹാഡ്ലി മെഡൽ 2015, 16, 2016, 17, 2019 പിന്നെ 2020 ഈ സമയത്തൊക്കെ അദ്ദേഹം അത് സ്വന്തമാക്കി. ദെൻ സ്കോർഡ് സെഞ്ചുറി ഇൻ ടെസ്റ്റ് ഡെബ്യൂ വേഴ്സസ് ഇന്ത്യ ഇൻ അഹമ്മദാബാദ്. അരങ്ങേറ്റത്തിൽ അദ്ദേഹം സെഞ്ചുറി അദ്ദേഹം ഇന്ത്യക്കെതിരെ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ നേട്ടങ്ങൾ നേടി ഒരു കാലഘട്ടത്തിൻ്റെ ആവേശമായി മാറിയ താരം ഇതാ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.